സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പല സ്ഥലത്തും മഴയുണ്ട്. അതുകൊണ്ട് പല സ്റ്റുഡൻസിനും ഒരു പക്ഷേ ലൈവിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നേക്കാം. എന്നിരുന്നാൽ പോലും സെഷനിലുള്ള സ്റ്റുഡൻസ് പ്ലീസ് കൊമന്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. ചാറ്റ് ബോക്സ് ആണ് നിങ്ങളും ഞാനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനൽ. നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഈസ് ഇറ്റ് വിസിബിൾ? Yes. Thank you for your kind responses, guys. So, guys, welcome to Eminent IAS. Eminent IASന്റെ ഒരു 7 days ഫ്രീ സിവിൽ സർവീസ് ഗൈഡൻസ് പ്രോഗ്രാമിന്റെ ആദ്യത്തെ സെഷനിലാണ് നിങ്ങൾ ഓരോരുത്തരും വന്നിട്ടുള്ളത്. And today we'll be having a super discussion regarding what is the civil service examination is all about. എന്താണ് സിവിൽ സർവീസ് പരീക്ഷ എന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ആ പരീക്ഷയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒന്നാമത്തെ ഈ ഒരു ഡിസ്കഷനിൽ എൻ്റെ പേര് സഫ്വാൻ എന്നാണ്. നിങ്ങളുടെ ഹിസ്റ്ററിയുടെ ഒക്കെ ഫാക്കൽറ്റി ആയിട്ട് വരും. സോ ഒന്നാമത്തെ ദിവസത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തുകൊണ്ട് സിവിൽ സർവീസ് പരീക്ഷ അതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ള സെഷനിലാണ്. ഡെഫിനറ്റ്ലി ഐ ബിലീവ് സം പാരന്റ്സ് ഓൾസോ വിൽ ബി ദർ. ചില പാരന്റ്സ് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾ നിർബന്ധമായിട്ട് ഈ സെഷൻ പരിപൂർണമായിട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മളൊരു പരീക്ഷയെക്കുറിച്ച് ആദ്യം എത്രമാത്രം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ അതിനനുസരിച്ച് ആ പരീക്ഷയുടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പഠിച്ചു പോകാൻ പറ്റും. അപ്പൊ പരീക്ഷയെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എമിനന്റ് IAS നിങ്ങൾക്ക് വേണ്ടി ഒരു 7 days ഫ്രീ പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ 7 daysന്റെ ഒരു സ്കെഡ്യൂൾ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടാകും. ഒന്നാമത്തെ ദിവസം വിൽ ബി ഹാവിംഗ്, ദാറ്റ് ഈസ് ടുഡേ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സിവിൽ സർവീസ് എന്നുള്ളതിന്റെ ഒരു ജനറൽ ഐഡിയ ആണ്. എന്തുകൊണ്ട് സിവിൽ സർവീസ്, ഇതിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, ഇതിന്റെ ഡിഫറെന്റ് തലങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ഇതാണ് ഒന്നാമത്തെ ദിവസത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതേസമയത്ത് ടുമോറോ, നാളെ നിങ്ങൾക്ക് ലഭ്യമാകാൻ വേണ്ടി പോകുന്നത് നോ യുവർ ഗവൺമെന്റ്. നമുക്ക് ഇന്ത്യൻ പോളിറ്റി എന്ന് പറയുന്ന നമ്മളുടെ ഒരു ഭരണ സംവിധാനമുണ്ട്. ആ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് നമ്മുടെ രാജ്യം എന്നുള്ളതിന്റെ ഒരു ജനറൽ ഐഡിയ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ദാറ്റ് ഈസ് ദ ഡേ 2. ആൻഡ് ഡേ 3 ഇന്ത്യസ് ഫ്രീഡം മൂവ്മെന്റുമായിട്ട് ഹിസ്റ്ററിയുടെ ഒരു പോർഷനുമായിട്ട് ഞാൻ വരും. ഓക്കെ, നിങ്ങൾക്ക് രണ്ടാം ദിവസം ക്ലാസ് എടുക്കുന്നത് നമ്മുടെ അമൽ സാർ ആയിരിക്കും. മൂന്നാം ദിവസം ഞാനാണ്. എൻ്റെ പേര് സഫ്വാൻ എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ജൂൺ 2 നിങ്ങൾക്ക് വാട്ട് ഈസ് ദിസ് കറണ്ട് അഫേഴ്സ് എന്നുള്ള വാക്ക് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, അല്ലെ? അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കണം. പത്രം വായിക്കാത്തവരൊന്നും എവിടെ എത്താൻ പോകുന്നില്ല എന്നുള്ളത് പലപ്പോഴായിട്ട് സ്കൂളിൽ നിന്നും വീടുകളിൽ നിന്നായിട്ട് നിങ്ങൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്താണ് ന്യൂസ് പേപ്പർ, അല്ലെങ്കിൽ എന്താണ് കറണ്ട് അഫേഴ്സ്, ഇതിനെ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം? വലിയൊരു ഹെവി ടാസ്ക് ആണോ ഇത് വരുന്നത്? അപ്പൊ അങ്ങനത്തെ ചില ചർച്ചകളാണ് നിങ്ങൾക്ക് ഷിബിൻ സാറ് 2 ജൂണിൽ നിങ്ങളുടെ മുന്നോട്ട് വെക്കുന്നത്. ദെൻ സ്കിൽസ് ഫോർ സക്സസ്. നമ്മൾ ഈ വെറുതെ ഈ പുസ്തകങ്ങൾ മാത്രം വായിച്ചിട്ട് ഒരുപാട് നോളജ് ഉണ്ടാക്കിയെടുക്കൽ മാത്രമല്ല ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. എസ്പെഷ്യലി സിവിൽ സർവീസിലോട്ട് വരുന്ന സമയത്ത് അതിന് നമുക്ക് ഒരുപാട് സ്കില്ലുകൾ വേണം. റൈറ്റിംഗ് സ്കില്ല് വേണം, സ്പീക്കിംഗ് സ്കില്ല് വേണം, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അങ്ങനെ പല സ്കില്ലുകൾ നമുക്ക് വേണം. അപ്പൊ സ്കില്ലിന്റെ ഒരു സെഷനുമായിട്ട് നിഹാൽ മാഡം നിങ്ങൾക്ക് 3 ജൂണിന് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ദെൻ 4th ജൂണിൽ നിങ്ങൾക്ക് ജോഗ്രഫിയെ കുറിച്ച് നമുക്ക് ഇപ്പോൾ പറയാം. വി ആർ ഹാവിംഗ് വൺ വെരി സൂപ്പർ റെയിനി സീസൺ, അല്ലെ? നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് മൺസൂൺ എന്നുള്ളത്. അപ്പൊ മൺസൂൺ യഥാർത്ഥത്തില് വരുന്ന സമയം ഇതാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. മൺസൂൺ വളരെ നേരത്തെയാണ് ഇപ്രാവശ്യം, ഒരു 10 ദിവസം മുന്നേ നേരത്തെ വന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ചില കാര്യങ്ങൾ, നമ്മുടെ ചുറ്റുവട്ടമുള്ള കാര്യങ്ങൾ, നമ്മുടെ പ്രകൃതിയുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് ജോഗ്രഫി. അപ്പൊ ജോഗ്രഫിയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നമ്മളുടെ മറ്റൊരു ടീച്ചർ വരുന്നതായിരിക്കും. ഓക്കെ, ദെൻ ഫൈനലി ആസ് ദി വൈൻഡിങ് അപ്പ് സെഷൻ ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരും, വൈ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമുമായിട്ട്. അങ്ങനെ ഒരു 7 days പ്രോഗ്രാമാണ് നിങ്ങൾക്ക് വേണ്ടി എമിനന്റ് IAS പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഹോപ്പ് ഇറ്റ് വിൽ ബി ഹൈലി യൂസ്ഫുൾ ഫോർ യു. നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആകുമെന്നുള്ള ദൃഢമാക്കപ്പെട്ട വിശ്വാസം ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഒരു യെസ് കമന്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സെഷൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 7 ദിവസം നിങ്ങൾ ഉണ്ടാവില്ലേ സെഷനിലെ? ഓരോ സെഷനും നിങ്ങൾക്ക് വ്യത്യസ്തമാക്കപ്പെട്ട അനുഭവങ്ങളായിരിക്കും ലഭിക്കാൻ വേണ്ടി പോകുന്നത്. Thank you all for your kind yes responses. ഫൈൻ. നിങ്ങൾ ആക്റ്റീവായിട്ട് എത്രമാത്രം നിൽക്കുന്നോ അത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരുന്നുണ്ട്. കാരണം ഞാൻ 7 വർഷമായിട്ട് സിവിൽ സർവീസിന്റെ ഫീൽഡിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. സംബഡി റൈറ്റിംഗ് ഓൺ മൈ ബോർഡ്. ഞാൻ എഴുതാം, ഞാൻ പഠിപ്പിക്കാം. ഓക്കെ, നിങ്ങൾ ആരും എഴുതരുത്, കൃത്യമായിട്ട് കേൾക്കുക. മേക്ക് ഷുവർ ടു ഹാവ് ഓൾ യുവർ കമ്മ്യൂണിക്കേഷൻ ത്രൂ ചാറ്റ്. കമന്റ് ആയിട്ട് നിങ്ങൾ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കാം. സോ ഗൈസ്, വി ആർ സ്റ്റാർട്ടിങ് അവർ ഡിസ്കഷൻ. സോ ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ 2 പേരുകൾ പരിചയപ്പെടുത്തി തരാണ്.
UPSC ആൻഡ് PSC എന്താണ് ഈ രണ്ട് പേരുകൾ? എന്താണ് ഈ രണ്ട് പേരുകൾ? ഈ രണ്ട് പേരുകൾ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നമുക്കൊരു ഒരുപാട് ഗവൺമെന്റുകൾ ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ അതിന്റെ മാത്രം ഉത്തരം തന്നാൽ മതി. നമുക്കൊരു സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്. ആ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇന്ത്യയിൽ ഓൾ കാര്യങ്ങൾ തീരുമാനിക്കുന്ന കോമൺ ലെജിസ്ലേഷൻസ്, കോമൺ ആയിട്ടുള്ള നിയമകാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനാണ് സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അതേസമയത്ത് നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റുകളുണ്ട്. കേരള ഗവൺമെന്റ്, തമിഴ്നാട് ഗവൺമെന്റ്, ഇങ്ങനെയൊക്കെ. അപ്പൊ അവരുടെ ഇന്റേണൽ കാര്യങ്ങൾ, അവരുടെ ആഭ്യന്തര കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റ്, സ്റ്റേറ്റ് ഫംഗ്ഷണറീസും ഉണ്ട്. ഇതാണ് ബേസിക് ഐഡിയ, അല്ലേ? അപ്പൊ നമുക്ക് സെൻട്രൽ കേന്ദ്രീകരിച്ച് ഒരു യൂണിയൻ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റുകൾ കേന്ദ്രീകരിച്ച് നമുക്ക് ഓരോ സ്റ്റേറ്റ് ബേസ് ചെയ്തിരിക്കുന്ന ഗവൺമെന്റുകളുണ്ട്. ഇതാണ് ബേസിക് ഐഡിയ. എന്റെ ചോദ്യത്തിലാണ് ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കുന്നത്. ഹൗ മെനി സ്റ്റേറ്റ്സ് ഡു വി ഹാവ്? ഹൗ മെനി സ്റ്റേറ്റ്സ് ഡു വി ഹാവ്? 24. ഓ മൈ ഗോഡ്, എത്ര സ്റ്റേറ്റ് മരിച്ചുപോയി? മഴക്കാലത്ത് മുങ്ങിപ്പോയതാണോ? 29 കൂടി, 28. വെരി ഗുഡ്. ഓക്കെ, ഇടയ്ക്കൊന്ന് മാറിയപ്പോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയോ? ഓക്കെ, 28 ഇസ് ദ കറക്റ്റ് ആൻസർ. 28 ഇസ് ദ കറക്റ്റ് ആൻസർ ഗൈസ്. സോ കണ്ടോ, ഇപ്പൊ തന്നെ ചില ആൾക്കാർക്ക് തെറ്റിപ്പോയി. ഇങ്ങനത്തെ കുറച്ച് ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്കൊരു കോമ്പറ്റീവ് എക്സാമിലോട്ട് വരുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ട ഒരു 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 മനസ്സുകൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ. എന്താണ്? ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ ക്ലാരിറ്റിയോടുകൂടെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകുന്നത്. എന്നാൽ നമുക്ക് തെറ്റില്ല, മറക്കില്ല. അപ്പൊ അതാണ് നമുക്ക് വേണ്ടത്. ഇൻ ബിറ്റ്വീൻ ഓഫ് ദ ക്ലാസ്സസ് നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ. അപ്പൊ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. വി ആർ ഹാവിംഗ് UPSC ആൻഡ് PSC എന്ന് പറയുന്ന രണ്ട് ബോഡി ഉണ്ട്. ഇത് രണ്ട് ഓർഗനൈസേഷൻസ് ആണ്. എന്ത് ഓർഗനൈസേഷൻ ആണ്? ഇവിടെ നോക്കിക്കേ ഈ പേരുകൾ. ഹിയർ യു ആർ ഹാവിംഗ് UPSC ആൻഡ് PSC. എന്താ വ്യത്യാസം? എന്താ? ഒരു യു ആണല്ലേ വ്യത്യാസം. ഇവിടെ നോക്കിക്കേ, UPSC ഉണ്ട്, ഇവിടെ PSC ഉണ്ട്. വ്യത്യാസം എന്താണ്? ഒരു യു മാത്രമാണ്. വാട്ട് യു മീൻ ബൈ യു? വാട്ട് യു മീൻ ബൈ യു? യാ, വെരി ഗുഡ്. റിയൽമി പറഞ്ഞിട്ടുണ്ട്. ഐഫോൺ അടുത്ത് പറയായിരിക്കും അല്ലെ? ഇങ്ങനെ ഓരോ പേരുകളുടെ പേരിലാണ്, ഫോണുകളുടെ പേരിലാണ് നിങ്ങളുടെ പേരുകൾ വെച്ചിരിക്കുന്നത്. റിയൽമി പറഞ്ഞു. ഓക്കെ, ഫൈൻ. യാ, ദാറ്റ് ഈസ് യു ഫോർ യൂണിയൻ. വാട്ട് യു മീൻ ബൈ യൂണിയൻ? ഞാൻ നേരത്തെ ഒരു വാക്ക് ഉപയോഗിച്ചില്ലേ, സെന്റർ എന്ന് പറയുന്ന, അതിനുപയോഗിക്കുന്ന ഒരു ഒഫീഷ്യൽ ടെർമിനോളജിയാണ് യൂണിയൻ എന്ന് പറയുന്നത്. അപ്പൊ യൂണിയൻ PSC ആൻഡ് PSC. വാട്ട് യു മീൻ ബൈ PSC? PSC എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പബ്ലിക് സർവീസ് കമ്മീഷൻ. വാട്ട് യു മീൻ ബൈ പബ്ലിക്? പബ്ലിക് പറഞ്ഞാൽ പൊതുജനങ്ങൾ, ഞാനും നിങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന നമ്മുടെ ഈ സിറ്റിസൺസിനെ വിളിക്കുന്ന പേരാണെന്ത്? പബ്ലിക്. നമുക്ക് ജോലി വേണ്ടേ? അതാണ് സർവീസ്. കമ്മീഷൻ, അത് റിക്രൂട്ട് ചെയ്യുന്ന ബോഡിയാണെന്ത്? PSC. അപ്പൊ നമുക്ക് രണ്ട് ബോഡി ഉണ്ട്. എന്താണ്? ഒന്ന് സെൻട്രൽ തലത്തിലുള്ള എക്സാമിനേഷൻസ് നടത്തുന്ന വലിയൊരു ബോഡി, ദാറ്റ് ഈസ് UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അനദർ വൺ ഈസ് PSC ഫോർ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കുള്ളതാണ്. ഫോർ എൻ എക്സാമ്പിൾ, ഞാൻ നിങ്ങൾക്ക് രണ്ട് ചിത്രം കാണിച്ചു തരാം. അപ്പൊ കുറച്ചുകൂടെ നിങ്ങൾക്ക് അത് ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഒന്ന് നോക്കിക്കേ. ഇവിടെ കണ്ടോ? ദിസ് ഈസ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ മതിലിൽ കൊടുത്തിരിക്കുന്ന, എൻട്രൻസിൽ കൊടുത്തിരിക്കുന്ന അവരുടെ ഒരു ചിത്രമാണ്. ഓക്കെ, അതേ സമയത്ത് ഇത് കണ്ടിട്ടുണ്ടോ? കണ്ടോ? ആ PSC ഉള്ള വാക്ക് മാറ്റി നിർത്തുക, എന്നിട്ട് മുകളിൽ കണ്ടോ കേരള. അപ്പൊ കേരള സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗവൺമെന്റ് എക്സാമിനേഷൻ വേണമെന്ന് വിചാരിക്കുക. ഞാൻ നിങ്ങളോട് ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എത്ര പേർക്ക് കേരളത്തിൽ ഒരു സർക്കാർ ജോലി എഴുതണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്? അതേ സമയത്ത് അല്ല, എനിക്ക് ഇന്ത്യ തലത്തിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ജോലിയാണ് വേണ്ടത് എന്നുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം പറയും. നിങ്ങളുടെ ആഗ്രഹത്തിൽ നിന്നാണ് ഞാൻ ബാക്കി ബിൽഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. So how many of you want to do this government job service in Kerala or nationwide? ദേശീയ തലത്തിൽ ഇന്ത്യ മാത്രമേ ഉള്ളൂ. ഓക്കെ, റിയൽമി കേരളത്തിലാണ് അല്ലെ? നാഷണൽ നാഷണൽ ഇന്ത്യ. വാവ് വാവ് വാവ്, വെരി ഗുഡ്, വെരി ഗുഡ്, ഫൈൻ ഫൈൻ. ഓക്കെ, യാ, ഗുഡ്, വെരി ഗുഡ്. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ആർ കോമെന്റിങ് ലൈക്ക് ഇന്ത്യ ഓർ നാഷണൽ. ഓക്കെ, റിയൽമി മാത്രമാണ് ഇപ്പൊ കേരളം പറഞ്ഞത്. നോ വറീസ്. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ ഒരു ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ദാറ്റ്സ് അപ് ടു യു. അപ്പൊ നമുക്ക് ഈ രണ്ട് എക്സാമുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ടാണ് നമ്മുടെ സെഷൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ UPSC എന്ന് പറയുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഓൾ ഇന്ത്യ തലത്തിൽ നടക്കുന്ന എക്സാംസ് ഉണ്ടാകും. അതിലോട്ടുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നതാണെന്ത്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ഇവിടെ നോക്കിക്കേ, ഓൾ ഇന്ത്യ സർവീസസ് എന്ന് പറയുന്ന സമയത്ത് നോക്കിക്കേ, അതിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന
എമിനന്റ് IASന്റെ ബാക്കിലുള്ള ആ IAS എന്ന് പറയുന്ന ഒരു വാക്ക് അല്ലെ, സിവിൽ സർവീസസ് എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ ഒക്കെ നടത്തുന്ന ആരാണ്? UPSC ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാനിപ്പോ പറയുന്നത് ചില ആൾക്കാർക്ക് ചിലപ്പോൾ തോന്നുള്ളൂ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന ഫാക്ട് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അറിയാത്തവരുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു കോമൺ സെഷൻ ആണ് എമിനന്റ് IAS നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ക്ഷമാരൂപത്തിൽ കേട്ട് മനസ്സിലാക്കുക, എന്നിട്ട് ക്ലാരിറ്റിയോട് കൂടെ പഠിക്കുക എന്നുള്ളതാണ്. സോ UPSC എന്ന് പറയുന്ന ഒരു ബോഡിയാണ് ഓൾ ഇന്ത്യ തലത്തിലോട്ടുള്ള സിവിൽ സർവീസ് പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എക്സാംസ് നടത്തുന്നത്. സിവിൽ സർവീസ് മാത്രമല്ല കേട്ടോ, അവർക്ക് പല എക്സാംസ് ഉണ്ട്. CA PF എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആംഡ് പോലീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ അവർ നടത്താറുണ്ട്. അതേ സമയത്ത് ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റുകളും, കേരളമാവട്ടെ, തമിഴ്നാടാവട്ടെ, ആന്ധ്രാപ്രദേശ് ആവട്ടെ, ഇവരൊക്കെ അവരുടെ സ്റ്റേറ്റിന്റെ അകത്തോട്ട് ഒരു എക്സാമിനേഷൻ നടത്തുകയാണ്. എന്തിന്? ആ സ്റ്റേറ്റിലെ ഗവൺമെന്റ് ജോലികൾക്ക് വേണ്ടി. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് കേരളത്തിൽ ഇപ്പൊ എന്തുണ്ട്, സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഭരണ സംവിധാനമുണ്ട് അല്ലെ. അപ്പൊ സെക്രട്ടേറിയറ്റിൽ നിങ്ങൾക്ക് ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ കേരള PSC നടത്തുന്നുണ്ട്. അത് നിങ്ങൾ എഴുതണം. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഡിഫറൻസ് ആണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. വൺ ഈസ് UPSC, മറ്റൊന്ന് PSC. ആ രീതിയിൽ ആ രണ്ട് കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒന്ന് സ്റ്റേറ്റിന്റെ അകത്ത് വരുന്നതാണ്, മറ്റൊന്ന് വലിയ രീതിയിൽ രാജ്യത്ത് ഉടനീളം നടത്തുന്ന എക്സാമിനേഷൻ ആണ് എന്നുള്ളത്. വി ഗോട്ട് ഇറ്റ്? ഫൈൻ. ഓക്കെ, യാ, ഫൈൻ ഫൈൻ. ഇതാണ് ബേസിക് ഐഡിയ. ഇനിയാണ് കളി. നിങ്ങൾക്ക് പല വഴിക്കായിരിക്കും എമിനന്റ് IAS സംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്ന 7 days ഫ്രീ സിവിൽ സർവീസ് പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുക. വാട്സപ്പ് വഴിയോ ഇൻസ്റ്റഗ്രാം വഴിയോ പല ഷെയറിങ് വഴിയോ ചിലപ്പോൾ ടീച്ചർമാർ പറഞ്ഞിട്ടോ പല രീതിയിലായിരിക്കും നിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടാവുക. നിങ്ങളോട് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ട് സിവിൽ സർവീസിനെ കുറിച്ച് കേൾക്കാൻ, മനസ്സിലാക്കാൻ ഇവിടെ വന്നു? വൈ സിവിൽ സർവീസ് ഫോർ യു? നിങ്ങളോടാണ് ചോദ്യം. നിങ്ങൾ എന്തുകൊണ്ട് സിവിൽ സർവീസിന്റെ ഫീൽഡിലോട്ട് വന്നു? അതിപ്പോ അങ്ങനെ പറയരുത്. നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കുന്ന നോക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാം, ജെന്യുവൻ ആയിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ, വെറുതെ ഒരു പോസ്റ്റർ കണ്ടു, കേറി നോക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ വന്നാണ് അങ്ങനെ തന്നെ കമന്റ് ചെയ്തു, ഒരു പ്രശ്നമില്ല. അങ്ങനെയൊക്കെയാണ് ചിലർ തുടങ്ങി വെക്കാറുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഐ എം ആസ്കിങ് വൈ സിവിൽ സർവീസ് ഫോർ യു? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് സിവിൽ സർവീസ്? നിങ്ങൾ എന്തുകൊണ്ട് എമിനന്റ് IAS നടത്തുന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു? അപ്പൊ ഒരു ഓപ്ഷൻ ഞാൻ തന്നു, എന്താണ്? വെറുതെ കണ്ടപ്പോൾ ഒരു ആഗ്രഹം അറിയാൻ വേണ്ടി അങ്ങനെ വന്നതാകാം. രണ്ട്, അല്ല, എനിക്ക് സിവിൽ സർവീസിനെ കുറിച്ച് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്, എനിക്ക് ആ ജോലി വേണമെന്നുണ്ട്. വൈ ആ ജോലി എന്നാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. ഓക്കെ, ആ, വൈഷ്ണദേവ് പറഞ്ഞിട്ടുണ്ട്, ലവ് ടു സെർവ് പബ്ലിക്, chasing my dream to be an IAS officer. Yeah, to know more about it. Okay, very unique job. It's a passion. Interest to civil service. എൻ്റെ അച്ഛൻ്റെ ഗോൾ ആയിരുന്നു, സോ എനിക്കത് വേണം. വെരി ഗുഡ് ഹരിപാല. Proud to be serve public, to participate in the law enforcement process, to get the administrative power so I can do something to my society. പവർഫുൾ വേർഡ്സ് ആണല്ലോ നിങ്ങൾ ഓരോരുത്തർ ഉപയോഗിക്കുന്നത്. പ്രൗഡ്, മൈ ഡ്രീം ടു ബി എൻ IAS. അപ്പൊ നമ്മളൊക്കെ ഈ ഒരു സിവിൽ സർവീസിന്റെ ആഗ്രഹവുമായിട്ട് മുന്നോട്ട് വരാനുള്ള റീസൺ ഒക്കെ നമ്മുടെ പേഴ്സണൽ റീസൺസ് ആണ് അല്ലെ. നമുക്ക് എന്തുണ്ട്? യെസ്, എനിക്ക് ആ സിവിൽ സർവീസ് ജോലി കിട്ടണം, എനിക്ക് IAS കാരനാകണം, അല്ലെങ്കിൽ IPS കാരനാകണം, എന്നിട്ട് ഏറ്റവും പവർഫുൾ ജോലിയിൽ നിന്നുകൊണ്ട് എനിക്ക് സൊസൈറ്റിയെ സെർവ് ചെയ്യണം, ഇതെന്റെ ഒരു ആഗ്രഹമാണ് എന്നുള്ളതൊക്കെ. ഓക്കെ, മൈ ഡ്രീം ഈസ് പ്രൈം മിനിസ്റ്റർ. അതിന് സിവിൽ സർവീസ് വേണമെന്നില്ല, അതിന് പൊളിറ്റിക്സ് ആയിരിക്കും കുറച്ചുകൂടെ നന്നാവുക. മിന്നു, ഓക്കെ, ഫൈൻ, ഓക്കെ. അപ്പൊ ആ രീതിയിലൊന്ന് മനസ്സിലാക്കി. അപ്പൊ വി ആർ ഹാവിങ് ഡിഫറെന്റ് മോട്ടിവേഷൻസ് അല്ലെ. നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള മോട്ടിവേഷൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എപ്പോഴും, എന്തുകൊണ്ടാണ് സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു ജോബ് ഇപ്പോഴും ഇന്ത്യയിലുള്ളത്? എല്ലാ വർഷവും എക്സാമിനേഷൻ നടത്തുന്നത്, എല്ലാ പ്രാവശ്യവും റിക്രൂട്ട്മെന്റ് നടത്തുന്നത്, ഈ IAS ഇങ്ങനെ റിക്രൂട്ട് ചെയ്ത് എല്ലാവർക്കും നമുക്ക് ജോലി കൊടുക്കാനുള്ള സ്കോപ്പ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങള്? സോ ഗവൺമെന്റിന് ഒരു ഉദ്ദേശമുണ്ട് അല്ലെ. എന്തുകൊണ്ടായിരിക്കും ഗവൺമെന്റ് ഇപ്പോഴും സിവിൽ സർവീസ് നടത്തുന്നത്? അപ്പൊ ഞാനൊരു വാക്ക് ഉപയോഗിച്ചു, ഇപ്പോഴും. പിന്നെ എപ്പോഴാണ് സിവിൽ സർവീസ് വന്നത്? സോ ദർ വി ഹാവ് ടു ഹാവ് സം കൈൻഡ് ഓഫ് ക്ലാരിറ്റി. ഞാൻ വളരെ ബ്രീഫ് ആയിട്ട് മാത്രമാണ് ഇപ്പൊ പറയുന്നുള്ളൂ, കാരണം നമുക്ക് തേർഡ് ഡേ എന്റെ സെഷൻ വരുന്ന സമയത്ത് വിൽ ബി ഹാവിംഗ് മോർ ഡിസ്കഷൻ റിഗാർഡിംഗ് ദ സെയിം. ഓക്കെ, അപ്പോ ചോദ്യം ഇത്രയേ ഉള്ളൂ,
സിവിൽ സർവീസ് എന്ന് പറയുന്നത് ആക്ച്വലി ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പാണ്. ഇന്ത്യയിലെ വിവിധ നാട്ടുപ്രദേശങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് ആ നാട്ടിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിട്ട് കൊണ്ടുവന്നതിൽ ഏറ്റവും ഉയർന്ന പോസ്റ്റുണ്ടായിരുന്ന ആൾക്കാരാണ് ആര്? ഈ സിവിൽ സർവീസുകാർ. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സിസ്റ്റം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് 1947 സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തു? നമ്മളൊന്ന് മോഡിഫൈ ചെയ്തു. ബ്രിട്ടീഷുകാരുടെ ആ ഒരു പോളിസി മോട്ടിവേഷനൊക്കെ അങ്ങോട്ട് പോകട്ടെ, എന്നിട്ട് നമ്മുടെ രാജ്യത്തെ നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് തിരിച്ചു പിടിക്കണം, കെട്ടിപ്പടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഒന്നുകൂടെ ബിൽഡപ്പ് ചെയ്തെടുക്കണം. രാജ്യത്തെ നമ്മൾ നല്ലതുപോലെ ബിൽഡപ്പ് ചെയ്തെടുക്കണം. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പോവർട്ടി റിലേറ്റഡ് ഇഷ്യൂസ്, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഇഷ്യൂസ്, ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ്, ഇങ്ങനത്തെ പല പല ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തെ മനസ്സിലാക്കി നമ്മളെ നാടിന് ഉപകാരമുള്ള കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ വരണം നാടിനെ നയിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സിവിൽ സർവീസിനെ മോഡിഫൈ ചെയ്യുന്നത്. ദസ് വി ആർ ഹാവിംഗ് വൺ വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ ബിഹൈൻഡ് ദാറ്റ്. ആർക്കെങ്കിലും അറിയോ ആ പേഴ്സന്റെ പേര്? ഇന്ത്യയുടെ അയൺമാൻ എന്ന് വിളിക്കും. നമ്മൾ അയൺമാന്റെ സീരീസ് ഒക്കെ കുറച്ചു കാലമല്ലേ ആയിട്ടുള്ളൂ കാണാൻ തുടങ്ങിയിട്ടുള്ളത്. അതിന് മുന്നൊക്കെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ അയൺമാൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. വൈഷ്ണോദേവ് വെരി ഗുഡ്. നേഹ പുള്ളിക്കാരനല്ല. ഓക്കെ ഫൈൻ. ബാക്കിയുള്ളവർക്ക് കറക്റ്റ് പറഞ്ഞു. ദാറ്റ് ഈസ് സർദാർ വല്ലഭായ് പട്ടേൽ. സുഭാഷ് ചന്ദ്രബോസ് അല്ല കേട്ടോ, സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പൊ സർദാർ വല്ലഭായ് പട്ടേൽ ഹോം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്താണ് പുള്ളിക്കാരൻ ഇതിനെ ഒന്ന് റിഫോം ചെയ്തെടുക്കുന്നതും ഇന്ത്യക്കാർക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. കാരണം ഇന്ത്യയിൽ ഇപ്പോഴും കുറെ വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയതാ. കാരണം എന്താ? സ്വാതന്ത്ര്യം കിട്ടുന്ന നേരത്തെ ഇന്ത്യയിലെ 34 കോടി ജനങ്ങളാ. ഇന്ന് 134 കഴിഞ്ഞ് 140 കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ അത്രയും പോപ്പുലേഷനിൽ നോക്കുന്ന സമയത്ത് എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഉണ്ടോ? എല്ലാവരുടെ ഹെൽത്ത് ഓക്കെ ആണോ? എല്ലാവർക്കും ലിവിങ് സ്റ്റാൻഡേർഡ് ഉണ്ടോ? ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. സോ ദർ ഹാഡ് മെനി 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 ക്വസ്റ്റ്യൻസ് ലൈക്ക് ദീസ്. പട്ടിണിയുടെ പേരിൽ ജനിക്കുന്നത് കുടുംബത്തിൽ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ കൊല്ലുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു ഇന്ത്യയില്. കാര്യം ആ കുട്ടി വളർന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് പഠിക്കാനും കല്യാണത്തിന് വേണ്ടിയും പൈസ ചെലവാക്കേണ്ടി വിചാരിച്ച് ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ കൊന്നു കളയുന്ന ഒരു സമൂഹം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. വിദ്യാഭ്യാസം കിട്ടാതെ ബാലവേലക്ക് പോകുന്ന കുട്ടികൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ വരുന്ന ഒരുപാട് അബ്യൂസുകൾ, കൃത്യമായിട്ട് ന്യൂട്രീഷൻ കിട്ടാത്തതിന്റെ പേരിൽ ശരീരത്തിൽ വരുന്ന അസ്വസ്ഥതകൾ, ഡ്രഗ്സിന് അടിമകളായിട്ട് മാറുന്നു, പോവർട്ടി, വിദ്യാഭ്യാസമില്ലായ്മ, ഇല്ലിറ്ററസി, ഹോംലെസ്നെസ്. നിങ്ങൾ കണ്ടിട്ടില്ല പലപ്പോഴും റെയിൽവേയുടെയും മറ്റൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ താമസിച്ചു പോകുന്നത്. കറപ്ഷൻ, ഡൗറി, ഇങ്ങനത്തെ ഒരുപാട് 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 ഇഷ്യൂസ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ പൊളിറ്റീഷ്യൻസ്മാർ മാത്രം വിചാരിച്ചാൽ പോരാ. അതുകൊണ്ട് ഇന്ത്യക്ക് നട്ടല്ലായിട്ട് നിൽക്കുന്ന, ഐ റിപ്പീറ്റ്, ഇന്ത്യക്ക് നട്ടല്ലായിട്ട് നിൽക്കുന്ന ഒരു ബ്യൂറോക്രസി വേണം. ആ ബ്യൂറോക്രസിയിലെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഈ സിവിൽ സർവീസുകാർ എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ത്യയെ കൃത്യമായിട്ട് ഒരു പോസിറ്റീവ് വഴിയിൽ സൊസൈറ്റിയിൽ വെൽഫെയർ ക്രിയേറ്റ് ചെയ്ത് നയിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ വിഭാഗം. അതിനുവേണ്ടിയാണ് സിവിൽ സർവീസ് എന്ന് പറയുന്ന പരീക്ഷ ഇപ്പോഴും നടത്തുന്നത്. അപ്പൊ നിങ്ങൾ എന്തിന് ഈ സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നത്? നിങ്ങൾക്ക് ഓരോരുത്തരും ഒരു പേഴ്സണൽ മോട്ടിവേഷൻ ഉണ്ടായിരുന്നില്ലേ, ഒരു മോട്ടീവ് ഉണ്ടായിരുന്നില്ലേ? അതിൽ നിന്നും ഗവൺമെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശത്തിന്റെ ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഓക്കെ, നൗ എന്താണ് സിവിൽ സർവീസ് പരീക്ഷ എന്നുള്ളതിന്റെ ബാക്കി കാര്യങ്ങളോട്ടാണ് ഞാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് എനിക്ക് ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണം. നിങ്ങൾ നിലവില് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നവരാണെങ്കിൽ ക്ലാസ് മെൻഷൻ ചെയ്യുക. ഡിഗ്രി പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആ BA ഹിസ്റ്ററി, BA സോഷ്യോളജി, അങ്ങനെ ഏത് ഇയർ ആണെന്നുള്ളത് മെൻഷൻ ചെയ്യുക. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഒരു ഗവൺമെന്റ് എക്സാമിന് പ്രിപ്പറേഷൻ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ അതും ഒന്ന് മെൻഷൻ ചെയ്യുക. നിങ്ങളെ ഒന്നുകൂടെ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ആ ലെവലപ്പിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. പ്ലീസ് ഡു ഇറ്റ് ഗൈസ്. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ ചാറ്റ്. യെസ്, യു ആർ വെരി ഫാസ്റ്റ്. +1 8th, +1 class 9, +1 degree, +2 7th 11th 9th 7th 9th 6th ഡൂയിങ് MA. ഓക്കെ, മെജോറിറ്റി ആൾക്കാർ സ്കൂളുകാരാണല്ലേ? വെരി ഗുഡ്. ഐ എം അപ്രീഷിയേറ്റിംഗ് യുവർ ദാറ്റ് മച്ച് പാഷൻ. കാരണം നിങ്ങൾ സ്കൂൾ ടൈംസിൽ നിങ്ങൾ ഇത്രയും വലിയൊരു പാഷനായിട്ടാണ് ഈ ഒരു സബ്ജക്റ്റിനെ, ഈ ഒരു കരിയറിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചല്ലോ. ദാറ്റ് ഇസ് ഗ്രേറ്റ്. ഓക്കെ, ബിടെക്കുകാരുണ്ട്, ഡിഗ്രി 6th 7th. ഓക്കെ ഫൈൻ, താങ്ക് യു ഓൾ, താങ്ക് യു.
Yeah, I'm getting good response from your side, guys. Keep it. Okay. Now, എന്താണ് സിവിൽ സർവീസ്? സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഐഡിയ തന്നു കഴിഞ്ഞു. ഇനി അതിനെ ഒന്നും കൂടി കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ യു മൈറ്റ് ഹാഡ് അബൌട്ട് ദിസ് സംതിങ് കോൾഡ് ആസ് IAS, IPS, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, അത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ ഒരു ചാർട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ അത് വെറും IAS, IPS മാത്രമല്ല. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IPS എന്ന് പറയുന്ന പോലീസ് സർവീസ്, ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്ന് പറയുന്ന IFS, ഇതും ഒക്കെ ടോപ്പ് ലെവൽ സർവീസസ് ആണ്. ഇതല്ലാതെ ഒരുപാട് സർവീസ് ഉണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, ഇന്ത്യൻ സിവിൽ അക്കൗണ്ട് സർവീസ്, കോർപ്പറേറ്റ് ലോ, ഡിഫൻസ് അക്കൗണ്ട്, ഡിഫൻസ് എസ്റ്റേറ്റ്, ഇൻഫോർമേഷൻ, ഓർഡിനൻസ്, പോസ്റ്റൽ സർവീസ്, റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ള സർവീസുകൾ, റവന്യൂമായി ബന്ധപ്പെട്ടുള്ള സർവീസുകൾ, ട്രേഡ് സർവീസ്. ദെൻ ഗ്രൂപ്പ് B എന്ന് പറയുന്ന ഒരു സർവീസ് ഉണ്ട്, ഓരോ പ്രദേശത്ത് മാത്രം കേന്ദ്രീകരിച്ചിട്ട്. ഓക്കെ, ആംഡ് ഫോഴ്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ, ഡൽഹി ആൻഡമാൻ നിക്കോബറില്, പോണ്ടിച്ചേരിയില്. അപ്പൊ ആ രീതിയിലുള്ള ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B എന്നൊക്കെ പറയുന്ന സർവീസുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന എന്താ? IAS, IPS. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷനിൽ നിൽക്കുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള റാങ്ക് കിട്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥരായത് കൊണ്ടാണ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IASകാര്. അപ്പൊ അവർ കളക്ടർ ആകുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? ജനങ്ങളുമായിട്ട് നേരിട്ട് കാണുമല്ലേ, ഇല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയെങ്കിലും പോസ്റ്റ് ഇടും. ശക്തമായ മഴ കാരണം ജില്ലയിൽ നാളെ ഹലോ ഓഡിബിൾ ആണോ? ഇപ്പൊ ഓഡിബിൾ ആണോ ഗൈസ്? യാ ഫൈൻ. ആക്ച്വലി നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വൈഫൈയിലായിരുന്നു ക്ലാസ് നമ്മൾ പ്രൊസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി കറണ്ട് പോയപ്പോൾ വൈഫൈ ഡിസ്കണക്റ്റഡ് ആയതാണ്. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ജസ്റ്റ് എന്റെ വീഡിയോ ഒന്ന് ഓഫ് ആക്കിയിട്ടുണ്ട്, നെറ്റ്വർക്ക് കണക്ഷൻ ബാധിക്കാതിരിക്കാൻ വേണ്ടി. ഇസ് ഇറ്റ് വിസിബിൾ? ഫോർ നോ 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 ജസ്റ്റ് എ സെക്കൻഡ്. കാണാൻ പറ്റുന്നില്ല അല്ലേ? ഒരു മിനിറ്റ്. ലെറ്റ് മീ റീഷെയർ ഇറ്റ് ഗൈസ്, റീഷെയർ ഇറ്റ്. ഇപ്പൊ എന്താ അവസ്ഥ എന്നുള്ളതൊന്ന് പറയണേ. യെസും നോയും വന്നല്ലോ. യെസ്, ഫൈൻ, ഓക്കെ ഫൈൻ. സോ ഐ വാസ് ടെല്ലിംഗ് ദാറ്റ് വരുന്നില്ലേ, കുറെ ആൾക്കാർക്ക് വരുന്നുണ്ട്, കുറെ ആൾക്കാർക്ക് ഇല്ല എന്നാണല്ലോ പറയുന്നത്. എന്നോടേത്? ഓക്കെ 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 ഫൈൻ. വെച്ചാല് നമ്മുടെ IAS കിട്ടിയിട്ടുള്ള കളക്ടർ ഉദ്യോഗസ്ഥൻ നമ്മുടെ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ മറ്റൊക്കെ ആയിട്ട് എന്ത് പറയും? നാളെ ശക്തമായ മഴ ആയതിനാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. അപ്പൊ അങ്ങനെ ആ പേരും കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നിലോട്ട് കേൾക്കും, ജില്ലാ കളക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് തന്നെയാണ്, അത് പറഞ്ഞപ്പോഴാണ് എന്റെ കറണ്ടും പോയത് അല്ലേ. സോ ദാറ്റ്സ് ഹൗ യു ആർ വെരി ഫെമിലിയർ വിത്ത്. പിന്നെ IPS ആരായിട്ടുള്ള ആൾക്കാര്. അത് മാത്രല്ല, അപ്പൊ നിങ്ങളോട് ആരെങ്കിലും സിവിൽ സർവീസ് പരീക്ഷയിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിക്കുമ്പോ നമ്മളെല്ലാരും പറയും IAS ഉണ്ട്,
IPS ഉണ്ട്, ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉണ്ട്. അത് മാത്രമാണോ? നോ നോ നോ, വി ആർ ഹാവിംഗ് മോർ ആൻഡ് മോർ. ഓക്കെ, അങ്ങനെ ഒരുപാട് സർവീസസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റണം. അങ്ങനെ ജനറൽ ഐഡിയ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ചാർട്ട് കാണിച്ചു തരുന്നതിന്റെ ഒരു പ്രധാന ഉദ്ദേശം. ക്വാളിഫിക്കേഷൻ നിങ്ങൾ പലരും പറഞ്ഞു വി ആർ ഡൂയിങ് സ്കൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. സം പീപ്പിൾ ആർ ഡൂയിങ് ദിസ് ഗ്രാജുവേഷൻ ആസ് വെൽ ആസ് പോസ്റ്റ് ഗ്രാജുവേഷൻ. അപ്പൊ എന്താണ് ക്വാളിഫിക്കേഷൻ? ഇതാണ് കൂടി എക്സാം കണ്ടക്ട് ചെയ്യും. എപ്പോ കണ്ടക്ട് ചെയ്യും? എല്ലാ വർഷവും. ഈച്ച് ഇയർ ദർ വിൽ ബി എക്സാമിനേഷൻ. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ സൺഡേ, ലാസ്റ്റ് സൺഡേ എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുള്ളൂ UPSCയുടെ. 2025 എക്സാമിനേഷൻ ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ, സോ ഈച്ച് ഇയർ ദർ വിൽ ബി എക്സാമിനേഷൻ. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ വർഷവും എക്സാമിനേഷൻ നടക്കും. കാരണം നമുക്ക് ഒരു കാരണവശാലും ഇന്ത്യയുടെ പാടുണ്ടോ? ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് vertebra should be that much strong. അതിന്റെ ഭാഗമായിട്ട് ഒരിക്കലും അതിന്റെ ഒരു ഗ്യാപ്പോ വാക്കൻസി ഒരു ഗ്യാപ്പോ വാക്കമോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇനി ഇതിലോട്ട് ബേസിക് ആയിട്ട് പറയുന്ന കണ്ടീഷൻസ്, ഒന്ന്, നിങ്ങൾക്ക് ഇന്ത്യൻ ഗവൺമെന്റ് UGC അംഗീകരിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടാകണം. എനി ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടാക്കണം. ഐ റിപ്പീറ്റ് വൺസ് അഗൈൻ, നിങ്ങൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഡിഗ്രിയുടെ സബ്ജക്ട് ഒന്ന് കമന്റ് ചെയ്തേ. ഡിഗ്രി ചെയ്യുന്ന ആൾക്കാർ തോന്നുന്നു കൂടുതൽ സ്കൂൾ സ്റ്റുഡൻസ് ആണ്. എനി ഡിഗ്രി. അപ്പൊ UGC എന്ന് പറയുന്ന ഡിഗ്രിക്ക് നോക്കുന്ന ഒരു ഏജൻസി ഉണ്ട് ദേശീയ തലത്തിൽ. അവർ അംഗീകരിച്ചിരിക്കുന്ന ഒരു ഡിഗ്രി കോഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിഗ്രി മതി. പ്ലസ് 21 ഇയേഴ്സ്, 21 വയസ്സ്. ഇത് രണ്ടും ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന ക്വാളിഫിക്കേഷൻ. അല്ലാതെ നിങ്ങൾ സിവിൽ സർവീസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇന്ന സബ്ജക്ട് തന്നെ എടുക്കണം എന്ന് നിർബന്ധം എവിടെയും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് നമുക്ക് ഡിഗ്രി സബ്ജക്റ്റ് ആയിട്ട് എടുത്ത് പഠിക്കുക. കൂട്ടത്തിൽ സിവിൽ സർവീസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും ആരംഭിക്കുക ആണ് പൊതുവെ നമ്മൾ നിർദ്ദേശിക്കുന്ന കാര്യം. അതേ സമയത്ത് നിങ്ങൾ പറയാണ്, സർ ഞാൻ എന്തായാലും സിവിൽ സർവീസ് എടുത്തേ പറ്റുള്ളൂ, അങ്ങനെയാണെങ്കിൽ എനിക്കത് നല്ലതെന്ന് തോന്നുന്ന ആൾക്കാരുണ്ടാകും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ആൾക്കാർ അവരുടെ ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ ആദ്യം കണ്ടെത്തുക, ഏതൊക്കെയാണെന്നത്. ഹലോ, ഇൻ ബിറ്റ്വീൻ ഐ ഹാവ് ലോസ്റ്റ് മൈ ഇന്റർനെറ്റ് കണക്ഷൻ. നിങ്ങൾക്ക് സ്ക്രീൻ കാണാം? ഓക്കെ, ചെയ്യോ? രണ്ടും വേണേ. സ്ക്രീൻ കാണണം, വോയിസ് കേൾക്കണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ കമന്റ് ചെയ്യൂ. ഓക്കെ ആയിട്ടില്ല അല്ലെ? എന്നാണ് വരുന്നത്. വോയിസ് ഈസ് ഓഡിബിൾ. ഓക്കെ, ഓഡിയോ കട്ടാവുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, നെറ്റ്വർക്കിന്റെ ചെറിയൊരു ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് ഞാൻ ഇൻ ബിറ്റ്വീൻ ഡിസ്കണക്റ്റഡ് ആയിട്ട് പോയിട്ടുള്ളതും. സ്ക്രീൻ കാണുന്നില്ല. ഒന്ന് വെയിറ്റ് ചെയ്യൂ, ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യൂ. ലെറ്റ് മീ ചെക്ക് ഇറ്റ് ഗൈസ്, ലെറ്റ് മീ ചെക്ക് ഇറ്റ് ഫോർ യു. ഒന്നും വെയിറ്റ് ചെയ്യാം. വാട്ട്സ് ദ കേസ് നൗ ഗൈസ്? ഇപ്പൊ ഓഡിബിൾ ആണോ? അതുപോലെ സ്ക്രീൻ കാട്ടുന്നുണ്ടോ? ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയണം, ഞാൻ എന്ത് ചെയ്യും? ഐ ട്രൈ ടു ചേഞ്ച് മൈ പൊസിഷൻ. ഓക്കെ, കാണാൻ പറ്റുന്നില്ല. ചില ആൾക്കാർക്ക് യെസ് ആണല്ലോ, ചില ആൾക്കാർക്ക് നോ ആണല്ലോ. എന്നാ മനസ്സിലായത്? ചില ആൾക്കാർക്ക് യെസ് ഉണ്ട്, ചില ആൾക്കാർക്ക് നോ ഉണ്ട്. ഇപ്പൊ കൂടുതൽ യെസ് ആണ്. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ ഐ വാസ് ടെല്ലിങ് ദാറ്റ് നമുക്ക് വേണ്ടുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡിഗ്രി വേണം, ഗ്രാജുവേഷൻ വേണം, 20 വയസ്സായിരിക്കണം. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ കേട്ടോ. അപ്പൊ ആ രീതിയിലൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്ലാൻ വേണ്ടത് എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ എപ്പോഴായിരിക്കും 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടാകും. അപ്പൊ നിങ്ങൾ എപ്പോഴാണ് ഡിഗ്രി കംപ്ലീറ്റ് ആകുക എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. സിമിലർലി നിങ്ങൾ
ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാര്, പക്ഷെ ഉണ്ടാകും. അങ്ങനെ ഡിഫറെന്റ് കാറ്റഗറീസ് പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടാകും. അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇതാണ് ബേസിക്കലി നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമ്മളുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് എനി ഡിഗ്രി റെക്കഗ്നൈസ്ഡ് ബൈ ഇന്ത്യൻ ഗവൺമെന്റ്. അതേപോലെ ഒരു 21 വയസ്സായിരിക്കണം എന്നുള്ളത്. അപ്പൊ 21 വയസ്സാണ് കണ്ടീഷൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നൗ 21 വയസ്സ് മുതൽ എത്ര വയസ്സ് വരാം എഴുതാം എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം. നമ്മൾ വഴിയെ ഡിസ്കസ്. ഫൈൻ. ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് 21 വയസ്സായി എന്ന് വിചാരിക്കുക. അങ്ങനെ നിങ്ങൾ ഈ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി പോകണം. അപ്പൊ നിങ്ങൾ എക്സാമിന് എഴുതാൻ പോകുന്നത് ഒരു 10 ലക്ഷം ആസ്പിറൻസ് നിങ്ങളുടെ പരീക്ഷ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ വാക്കൻസി എന്നൊക്കെ പറയുന്നത് ഓരോ വർഷവും 800 മുതൽ 1000 വരെയൊക്കെയാണ് വാക്കൻസീസ് എടുക്കാറുള്ളത്. അപ്പോ 10 ലക്ഷത്തിൽ നിന്ന് 1000 പേര് ചുരുക്കണം എന്നുണ്ടെങ്കിൽ എക്സാമിൽ ഡിഫറെന്റ് അവർ കൊണ്ടുപോകും. അത്രയും ഈ രാജ്യത്തെ നയിക്കാൻ വേണ്ടി. അപ്പൊ അതിനുവേണ്ടി ഒന്നാമത്തെ സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് പ്രിലിംസ്. പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുന്ന പ്രിലിംസ്. ഈ പ്രിലിംസ് എന്ന് പറയുന്ന ഒന്നാമത്തെ സ്റ്റേജ് അതൊരു എൻട്രൻസ് എക്സാമിനേഷൻ പോലെ കണ്ടാൽ മതി. 10 ലക്ഷത്തിൽ നിന്നും കുറെ ആൾക്കാരെ ഒഴിവാക്കണ്ടേ? അങ്ങനെ ഒരു 9.5 ലക്ഷം മുതൽ 9.25 ലക്ഷം ആൾക്കാരെ ഒഴിവാക്കുന്ന ഒരു സ്റ്റേജ് ആണത് പ്രിലിംസ് എന്നുള്ളത്. ഓഡിയോ കട്ടാവുന്നുണ്ടോ? ജസ്റ്റ് എ സെക്. ഒന്ന് hold. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കറണ്ട് അതൊന്ന് ഹോൾഡ് ചെയ്യണേ. ജസ്റ്റ് ഹോൾഡ് ഗൈസ്. കറണ്ട് വന്നിട്ടുണ്ട്. വൈഫൈ ഒന്ന് ഓക്കെ ആയിക്കോട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഗൈസ്, am I audible now? ഇപ്പൊ ഓക്കെ ആണോ? കറണ്ട് വന്നിട്ടുണ്ട്. ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഓക്കെ ആണോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഓൾ ഗുഡ്. നമുക്ക് സെഷൻ കഴിയുന്ന കഴിയോളം കറണ്ട് പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം അല്ലെ?
ഓക്കെ, സോ വി വർ ഡിസ്കസിങ് അബൌട്ട് ദ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ദിസ് എക്സാമിനേഷൻ. എക്സാമിന്റെ ഡിഫറെന്റ് സ്റ്റേജുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഒന്നാമത്തെ സ്റ്റേജിന് നിങ്ങൾ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ മോഡൽ കാണുക. ഒരു 10 ലക്ഷം ആസ്പിറൻസിൽ നിന്നും ഒരു 9 ലക്ഷം ആസ്പിറൻസിനെ തട്ടിക്കളയുന്ന ഒരു സ്റ്റേജ് ആണ്. അത്രയും സീരിയസ് ആയിട്ടുള്ള ആസ്പിറൻസ് മതി എന്നുള്ളത് കൊണ്ട്. അപ്പൊ അതിൽ ഒരു പ്രിലിംസ് എക്സാമിനേഷൻ ഉണ്ട്. അപ്പൊ ഈ പ്രിലിംസ് എക്സാമിൽ പാസ് ആയിട്ടുള്ള ആൾക്കാരാണ് മെയിൻ എക്സാമിനേഷനിലോട്ട് വരിക. ഈ പ്രിലിംസ് പരീക്ഷ എന്ന് പറയുന്നത് ഞാൻ എൻട്രൻസ് എന്ന് പറഞ്ഞതുപോലെ തന്നെ അതൊരു ഒബ്ജക്റ്റീവ് ആണ്. നമ്മൾ ബബിൾ ചെയ്യത്തില്ലേ, ആ ബബ്ലിംഗ് ആണ് പ്രിലിംസിൽ വരുന്നത്. പക്ഷെ മെയിൻ എക്സാമിനേഷനിൽ വരുന്ന സമയത്ത് ദാറ്റ് ഈസ് റിട്ടൺ എക്സാമിനേഷൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വെറും പുസ്തകത്തിൽ നിന്നുള്ള അറിവ് മാത്രം പോരാ. വി ഹാവ് ടു ഹാവ് ഡിഫറെന്റ് സ്കിൽസ് ഓഫ് റൈറ്റിംഗ് സ്കിൽ, ടോക്കിംഗ് സ്കിൽ, ഇങ്ങനത്തെ പല സ്കില്ലുകൾ വേണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ മെയിൻ എക്സാമിനേഷൻ ഇത് പാസ്സായിട്ടുള്ള ആൾക്കാരെയാണ് ഇന്റർവ്യൂവിന് വിളിക്കുക. ഇന്റർവ്യൂവിനെ ഇവിടെ പറയുന്ന പേരാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. എന്താണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്? സോ ദിസ് ഈസ് ഹൗ ദിസ് സിസ്റ്റം ഈസ് ഗോയിങ് ടു വർക്ക്. പ്രിലിംസ്, മെയിൻ ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ഇന്റർവ്യൂ. ദിസ് ഈസ് ഹൗ ദ സിസ്റ്റം ഈസ് ഗോയിങ് ടു വർക്ക്. അപ്പൊ ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർക്കാണ് റാങ്ക് ലിസ്റ്റിൽ ഇടം നൽകുന്നത്. അപ്പൊ അവരുടെ റാങ്ക് വരുന്നതനുസരിച്ചിട്ട് അവർ കൊടുത്തിരിക്കുന്ന ഒരു ചോയ്സ് ഉണ്ടാവും. എനിക്ക് IAS ആണ് വേണ്ടത്, IPS ആണ് വേണ്ടത് എന്നുള്ളത്. അപ്പൊ റാങ്കിനനുസരിച്ച് അത് നോക്കിയിട്ട് എന്ത് ചെയ്യും, അവർക്കത് കൊടുക്കും. എന്നാൽ റാങ്ക് അവർക്ക് വേണ്ടത് IAS, പക്ഷെ റാങ്ക് ഏറ്റവും താഴെ ആണെങ്കിൽ അത് കിട്ടില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ ദിസ് ഈസ് ദ 3 സ്റ്റേജസ് ഓഫ് ദിസ് എക്സാമിനേഷൻ: പ്രിലിംസ്, മെയിൻസ് ആസ് വെൽ ആസ് പേഴ്സണാലിറ്റി. ക്ലിയർ ആണോ? IAS കേരള കാഡറൊക്കെ കിട്ടും എപ്പോ? ടോപ്പ് റാങ്കിൽ വരുമ്പോൾ മാത്രം. നമുക്ക് ഏറ്റവും നല്ല റാങ്ക് വരുമ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്ന പോലെ നമുക്ക് IASും കിട്ടും. നമുക്ക് കേരളം വേണമെന്ന് പറഞ്ഞാൽ ഇത് തരുകയും ചെയ്യും. ഓക്കെ, കേരളത്തിൽ ഒരുപാട് മലയാളി IASകാരുണ്ടല്ലോ ടോപ്പ് റാങ്കിൽ വന്നിട്ടുള്ള ആൾക്കാർ. അത് വരാനുള്ള റീസൺ എന്താണ്? അവർക്ക് നല്ല റാങ്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഈ ടോപ്പിക് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഫൈൻ. ഇതാണ് ബേസിക് ആയിട്ട്. അപ്പൊ 3 സ്റ്റേജിലാണ് എക്സാമിനേഷൻ നടക്കുക. അപ്പൊ നിങ്ങൾ എക്സാമിനേഷൻ എഴുതി, നിങ്ങൾ പാസ്സായി, സിവിൽ സർവീസ് ക്ലിയർ ചെയ്തു. ഇനി അതേ സമയത്ത് സിവിൽ സർവീസ് നേരത്തെ പ്രിപ്പറേഷൻ ആരംഭിക്കുന്ന ആൾക്കാരുണ്ട്, ലേറ്റ് ആയിട്ട് പ്രിപ്പറേഷൻ ആരംഭിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾക്ക് ഒരു കാര്യം അറിയുന്നത്, 21ാമത്തെ വയസ്സ് മുതൽക്ക് നമുക്ക് സിവിൽ സർവീസ് പരീക്ഷ എഴുതാം എന്നുള്ളത്. അപ്പോ എത്ര വയസ്സ് വരെ എഴുതാൻ പറ്റും എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം വരുന്നത്. ജനറൽ കാറ്റഗറി പെട്ടുള്ള ആൾക്കാർക്ക് 32 വയസ്സ് വരെയാണ് എക്സാമിനേഷൻ എഴുതാൻ പറ്റുള്ളൂ. 6 ചാൻസ് ഉണ്ട്, 6 അറ്റംപ്റ്റ് ആണ് കൊടുക്കാൻ പറ്റുക. അതേ സമയത്ത് OBC കാറ്റഗറി പെട്ടുള്ള ആൾക്കാർക്ക് 35 വയസ്സ് വരെ 9 അറ്റംപ്റ്റ്. SC ST ആണെങ്കിൽ 37 വയസ്സ് വരെ അവർക്ക് എന്ത് പറഞ്ഞിട്ടില്ല, അറ്റംപ്റ്റ് പറഞ്ഞിട്ടില്ല. ആ ഏജ് വരെ അവർക്ക് എത്ര വേണമെങ്കിലും എഴുതാം. ഡിസേബിൾഡ് ആയിട്ടുള്ള, ഈ ഫിസിക്കലി വീക്കർ ആയിട്ടുള്ള സെഷൻസ് ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ, അവർക്ക് 42ാമത്തെ വയസ്സ് വരെ എക്സാമിനേഷൻ എഴുതാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ജനറൽ കാറ്റഗറി പെട്ടുള്ള ആൾക്കാർക്ക് 32 വയസ്സ് വരെ 6 തവണ എഴുതാം. OBCക്ക് 35-ൽ 9 തവണ വരെ എഴുതാൻ വേണ്ടി പറ്റും. ഇതാണ് ബേസിക് ഐഡിയ. സോ ഈ ഒരു ഐഡിയ ആണ് നിങ്ങൾ എക്സാമിനേഷന് വേണ്ടത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമേ ഉള്ളൂ. 21 വയസ്സ് മുതൽ 32 വരെയാണ് നോർമൽ ജനറൽ കാറ്റഗറി, 35 വരെ OBC, 37 വരെ SC ST, 42 വരെ ഡിസേബിൾഡ് ആയിട്ടുള്ള ഈ ഹാൻഡിക്കേപ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ആൾക്കാരെയാണ് ഉദ്ദേശിച്ചത്. ക്ലിയർ ആണോ? ക്ലിയർ. നിങ്ങൾക്ക് റാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ റെയിൽവേ എന്ന് മാത്രമല്ല, ഏത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കിട്ടും കേട്ടോ. ദാറ്റ്സ് അപ് ടു ദ റാങ്ക്. ആ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നൗ സാലറി എത്രയാണ്? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. കുറെ ആൾക്കാർക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കാം, സിവിൽ സർവീസ് കിട്ടി IASകാരായിട്ട് വരുന്ന ആളുടെ ആദ്യത്തെ സാലറി എത്രയാണ്? ഞാനിത് പറയാൻ കാരണം പലപ്പോഴും നിങ്ങൾക്ക് അത് ശരിയാകാൻ ചാൻസ് ഇല്ല. കാരണം ആരും സിവിൽ സർവീസിലോട്ട് വരുന്നത് സാലറി കണ്ടിട്ടല്ല, പക്ഷെ പവർ കണ്ടിട്ടാണ്. അല്ലെ? ആ ഒരു ജോലിയുടെ പവറും നേച്ചറും കണ്ടിട്ടാണ്. അങ്ങനെ പല ആൾക്കാരുണ്ട്. ജസ്റ്റിസ് കിരൺ ബേദി എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ IPS വുമൺ ഓഫീസർ ഉണ്ട്, അല്ലെ? അതേപോലെ പല പല ഉദ്യോഗസ്ഥരുണ്ട്. ദേ ആർ ഹാവിംഗ് ബിഗ് ചേഞ്ചസ് ഇൻ ദ സൊസൈറ്റി. അപ്പൊ ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി. കണ്ടോ, 2 ലക്ഷം, 1.25 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അതല്ല. ഓക്കെ, മസൂരി ട്രെയിനിങ് ആകുമ്പോൾ 45,000 കിട്ടും. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനി ഹൗ നിങ്ങൾക്ക് തുടക്കത്തിൽ കിട്ടാൻ വേണ്ടി പോകുന്ന ബേസിക്കലി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്
ഇവിടെ കണ്ടോ, താഴെ കടയിൽ കൊടുത്തിട്ടുണ്ടോ. നിങ്ങൾ ആദ്യം IAS കിട്ടുമ്പോൾ നിങ്ങൾ ഒരിക്കലും എന്തല്ല ജില്ലാ കളക്ടർ അല്ല, അതിന് മുന്നേ സബ് കളക്ടർ ആണ് നിങ്ങൾ ആദ്യം വരിക. അപ്പൊ നിങ്ങൾക്ക് 56,100 രൂപയാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അത് ബേസിക് പേ ആണ്. അതിലോട്ട് കുറച്ച് നിങ്ങൾക്ക് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് അതൊരു 70ന്റെ മുകളിലൊക്കെ എത്തും. ഓക്കെ. പിന്നെ നിങ്ങൾ ജില്ലാ കളക്ടർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് 78,800 രൂപ കിട്ടും. അത് പിന്നീട് കുറച്ച് ആനുകൂല്യങ്ങൾ കിട്ടുമ്പോൾ 1,00,000ന്റെ മുകളിലെത്തും. പിന്നെ ഡിവിഷണൽ കമ്മീഷണർ, ചീഫ് സെക്രട്ടറി, ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന വലിയ വലിയ പോസ്റ്റിലോട്ട് എത്തുമ്പോൾ 2,00,000-ലേറെ സാലറി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇവിടെ സാലറി അല്ല ഇമ്പോർട്ടന്റ്. കാരണം എന്താണെന്നറിയോ, നമുക്ക് ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തിനൊക്കെ ചെലവാക്കുക? നമ്മൾ ഒരു വീട് വെക്കണം, കാറ് വാങ്ങണം. ഇതൊക്കെ ഗവൺമെന്റ് നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്യും? ഗവൺമെന്റ് തന്നെ തരുന്നുണ്ട്. പിന്നെ നമുക്ക് സമയം പോലെ എപ്പോഴേലൊക്കെ ചെയ്താൽ മതി. നമുക്ക് താമസിക്കാൻ ഒരു ബംഗ്ലാവ് തരും, വാഹനം തരും, ഡ്രൈവറെ തരും, പെട്രോളിന്റെ ക്യാഷ് തരും, ഫുഡിന്റെ എക്സ്പെൻസ് തരും. ഇതെല്ലാം ഗവൺമെന്റ് മീറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഈ ക്യാഷ് നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയ. ഈ പോസ്റ്റിലൊക്കെ കയറാൻ വേറെ എക്സാം എഴുതണോ? വേണ്ട 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 വേണ്ട. അത് നിങ്ങൾക്ക് പ്രൊമോഷൻ ആയിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ. ഓക്കെ, നിങ്ങൾ ആകെ സിവിൽ സർവീസ് മാത്രം എഴുതിയാൽ മതി. ഫാമിലി ഒപ്പം കൂട്ടാം. വൈഫ് ഉണ്ടോ നിങ്ങൾക്ക് കൊണ്ടുപോകാം, ഹസ്ബൻഡ് ഉണ്ടോ നിങ്ങൾക്ക് കൊണ്ടുപോകാം, കുഴപ്പമില്ല, ഫൈൻ. പക്ഷെ എന്ന് കരുതിയിട്ട് ഞാനും എന്റെ പഞ്ചായത്തിൽ എല്ലാവരും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൊണ്ടുപോകാൻ പറ്റില്ല. യുവർ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിനെ മാത്രം കൊണ്ടുപോകാൻ താമസിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ബേസിക് ഐഡിയ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, സാലറി എന്ന് പറയുന്നതും അത് ഭയങ്കര സംഭവമാണ്. കാരണം നമുക്ക് ഈ പൈസ ചെലവാക്കാൻ വരുന്നില്ല. ഗവൺമെന്റ് ഈസ് സ്പെൻഡിങ് ഫോർ അസ് ഫോർ ഓൾ ദി മൊമെന്റ്. നമുക്കിപ്പോ പനി പിടിച്ച് ഹോസ്പിറ്റലിൽ പോവാണ്, ഗവൺമെന്റ് വിൽ ബി ട്രീറ്റിംഗ് ആസ് ഗവൺമെന്റ് ബഡ്ജറ്റ്. അപ്പൊ ആ രീതിയിലാണ് നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നത്? IAS എന്ന് പറയുന്ന സിവിൽ സർവീസ് പോലുള്ള എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞുള്ള നിങ്ങളുടെ ട്രീറ്റ്മെന്റ് വരുന്നത്. സം സ്റ്റുഡൻസ് ഡിസ്ട്രോയിങ് ദ റെപ്യൂട്ടേഷൻ ഓഫ് മൈ ക്ലാസ്. എഴുതാതിരിക്കട്ടോ, ഞാൻ നെറ്റ്വർക്ക് ഡിസ്കണക്റ്റഡ് ആയപ്പോ എനിക്കത് ഡിസേബിൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നൗ ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ, ഫൈൻ. യാ, ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ ഇന്നത്തെ ഒരു ഓറിയന്റേഷൻ സെഷനോട് അവസാനിപ്പിക്കും. പക്ഷെ അതിന് മുന്നേ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? നമ്മൾ പഠിച്ചത് എന്താണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ, നിങ്ങൾ എന്തുകൊണ്ട് സിവിൽ സർവീസ് എടുക്കുന്നു, എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇപ്പോഴും സിവിൽ സർവീസ് പോലുള്ള പരീക്ഷ നിലനിൽക്കുന്നു, ഇന്ത്യയുടെ നട്ടെല്ലാണെന്നുള്ള കോറായിട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ് UPSC, എന്താണ് PSC, സിവിൽ സർവീസ് പരീക്ഷയിൽ ഏതൊക്കെ വരുന്നുണ്ട്, ഏതാണ് ക്വാളിഫിക്കേഷൻ, എത്ര സ്റ്റേജുകളിലാണ് എക്സാമിനേഷൻ നടക്കുന്നത്, ഓരോ സ്റ്റേജിന്റെയും പ്രത്യേകത, പിന്നെ സിവിൽ സർവീസിന്റെ ഏജ് ലിമിറ്റ് എത്രയാണ് വരുന്നത്, ദെൻ സാലറി എങ്ങനെയാണ് വരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരൊറ്റ കാര്യം കൂടിയും പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ നമ്മുടെ സെഷൻ അവസാനിപ്പിക്കും. നിങ്ങൾ തന്നെ നോക്കിക്കേ, 3/4 മണിക്കൂറായി നമ്മൾ സെഷനിൽ ഇരിക്കുന്നത്. ഓക്കെ, വളരെ ഫാസ്റ്റ് ആയിട്ട് ടൈം പോയതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഇൻ ബിറ്റ്വീൻ ആ കറണ്ടിന്റെ ഒരു ചെറിയ ഇഷ്യൂ വന്നത് മാത്രമാണ് ചെറിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. എനിഹൗ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. ചോദ്യം ഇത്രയേ ഉള്ളൂ, നമ്മളെ കൊണ്ടൊക്കെ സിവിൽ സർവീസ് എഴുതിയ കൂടിയ കൂട്ടുമോ? അതായത് എത്തുമോ? നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു തോട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് ആ തോട്ടുണ്ടോ? വാട്ട് യു ഫീൽ? നിങ്ങളെ കൊണ്ട് പറ്റുമോ സിവിൽ സർവീസ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാൻ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ശ്രമിക്കാം എന്നാണോ, അതോ പറ്റും എന്നാണോ, അതോ പറ്റില്ല എന്നാണോ? 3 ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ പറയും. യെസ് യെസ് യെസ്, പറ്റും പറ്റും പറ്റും, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്. ഫയർ ബോംബ് കിട്ടുന്നുണ്ടല്ലേ? യെസ് പറ്റും സർ, പറ്റും. യെസ് യെസ്, ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. ആ കോൺഫിഡൻസിന് നിങ്ങൾക്ക് ഒന്നും കൂടെ കോൺഫിഡൻസ് കൂട്ടി തരാൻ വേണ്ടി 2 ഉദാഹരണങ്ങൾ കൂടെ ഞാനിവിടെ പറഞ്ഞിട്ട് ഇന്നത്തെ സെഷൻ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കും. നാളെയും അതുപോലെ ഒരാഴ്ച നിങ്ങൾ എന്റെ കൂടെ ഉണ്ട്. വോയിസ് ഓക്കെ ആണോ? ഇൻ ബിറ്റ്വീൻ സം ടെക്നിക്കൽ. വോയിസ് ഓക്കെ ആണോ? വോയിസ് ഓക്കെ ആണോ? ഓ, സംതിങ് ഹാപ്പൻ ടു മൈ വീഡിയോ, ഐ ഡോണ്ട് നോ. അൺനെസസറി ഗ്ലിച്ച് ആണ്. ഒരു ജസ്റ്റ് എ സെക്കൻഡ്. നൗ ഇറ്റ്സ് ഫൈൻ റൈറ്റ്. ക്യാമറ ഒന്ന് സ്വിച്ച് ആയി പോയതാണ്, വേറെ സെറ്റിംഗ്സിലോട്ട് മാറിയതാണ്. നൗ ഇറ്റ്സ് ഫൈൻ. കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. യപ്പ് യപ്പ്. അപ്പൊ നമ്മളുടെ മുമ്പില് ചോദ്യം ഇത്രയാണ്, നമ്മളെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ളത്. നിങ്ങളുടെ ചാറ്റ് ബോക്സ് ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് വെട്ടിത്തിളങ്ങുന്ന ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് എവ്രി വൺ ഈസ് വെരി 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 ആംബിഷ്യസ് അബൌട്ട് ദിസ് എക്സാമിനേഷൻ. നിങ്ങൾ എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് തന്നെ ഇരുന്ന് നിങ്ങൾ ഓരോ പ്രിപ്പയറിംഗ് ഫോർ സർവീസ്.
പ്രിപ്പയറിംഗ് ഫോർ സിവിൽ സർവീസ്. ഓക്കെ. മിലിറ്ററി CDS നോക്കുന്നുണ്ട് അല്ലേ? UPSC CDS എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. വെരി ഗുഡ് സംഗീത്. ഓക്കെ, വെരി ഗുഡ്. ഓൾ ദ ബെസ്റ്റ് ഫ്രം ടീം എമിനന്റ് IAS. ഓക്കെ. WS, ഫൈൻ ഫൈൻ. ഐ എം ഗെറ്റിംഗ് മോർ റെസ്പോൺസസ്. നിങ്ങളുടെ റെസ്പോൺസ് ഒക്കെ വളരെ സൂപ്പർ റെസ്പോൺസ് ആണ്. ഐ എം വെരി ഹാപ്പി ദാറ്റ് എനിക്ക് നല്ലൊരു ക്രൗഡിനെയാണ് ഇന്നത്തെ സെഷനിൽ സംസാരിക്കാൻ കിട്ടിയിട്ടുള്ളത്. ഓക്കെ. ഇന്ത്യൻ റെയിൽവേ സർവീസ് കിട്ടാനും നിങ്ങൾ സിവിൽ സർവീസിന്റെ സിലബസ് തന്നെയാണ് പഠിക്കേണ്ടത്. സെപ്പറേറ്റ് അല്ല, ഒരൊറ്റ സിലബസ്, ഒരൊറ്റ എക്സാമിനേഷൻ, റാങ്കിനനുസരിച്ച് നിങ്ങൾക്ക് അത് കിട്ടും എന്നുള്ളതാണ് കേട്ടോ. ഫൈൻ. ലേസി ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ ലേസിനെസ് ഒക്കെ മാറ്റാനുള്ള കുറച്ച് വഴികളൊക്കെ നമ്മുടെ അപ്കമിങ് സെഷൻസിൽ പറഞ്ഞു തരും. ഡോണ്ട് വറി. ഓക്കെ. നൗ ഡിസ്കസിങ് റെയിൽവേയുടെ ഡിഫറെന്റ് എക്സാംസ് ഉണ്ട് കേട്ടോ. ഡിഫറെന്റ് എക്സാംസ് ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോ അതിൽ ഏത് വേണമെന്നുള്ളത് നോക്കിയാൽ മതി. ഫൈൻ. ലാസ്റ്റ് 2 പേരെ ഞാൻ പരിചയപ്പെടുത്തിയിട്ട് സെഷൻ അവസാനിപ്പിക്കും. നിങ്ങൾ എത്ര പേര് സ്കൂൾ കാലഘട്ടത്തിലെ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് എന്ന് പറയുന്ന സംഗതി കേട്ടിട്ടുണ്ട്? SPC. നമ്മുടെ സ്റ്റുഡൻസ് തന്നെ പോലീസ് വേഷത്തിൽ നിന്നിട്ട്. NCC അല്ല, SPC. ഓക്കെ, നല്ലൊരു ശതമാനം ആൾക്കാർ കേട്ടിട്ടുണ്ട്, ചിലർ കേട്ടിട്ടില്ല അല്ലെ? അത് ആക്ച്വലി കുട്ടികൾക്കിടയിൽ ഒരു പോലീസ് മോഡൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഡിസിപ്ലിൻഡ് ആയിട്ട് സ്കൂളിലെ കുറച്ച് കാര്യങ്ങൾ നോക്കി നടത്തുന്നതിൽ ഈ സ്റ്റുഡൻസിന് കുറച്ച് റോള് വഹിക്കാൻ പറ്റും എന്ന രീതിയിൽ കുട്ടികൾക്കിടയിൽ തന്നെ ഒരു പോലീസ് രീതികളിലോട്ടുള്ള ഒരു ലോ ആൻഡ് ഓർഡർ മെയിൻ്റനൻസ് ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ്, ഒരു സിസ്റ്റമാണ് സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സംവിധാനമാണ് ഇത്. നമ്മളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ആദ്യം കാണുന്ന വ്യക്തിയാണ്. ഇദ്ദേഹമാണ് IPS വിജയൻ സാർ. വിജയൻ IPS. പുള്ളിക്കാരന്റെ കഥ വലിയ കഥയാ, പക്ഷെ വളരെ ചുരുക്കി ഞാൻ പറഞ്ഞുതരാം. ഒരു പാവപ്പെട്ട ദരിദ്രമാക്കപ്പെട്ട കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് വിജയൻ സാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 10ാം ക്ലാസ് പോലും നല്ലതുപോലെ പഠിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ഫെയിൽഡ് ആയി. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് എത്ര 10ാം ക്ലാസ്സിലെ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ കഴിഞ്ഞ മാസം റിസൾട്ട് വന്നപ്പോ എത്ര പേർക്ക് A+ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. പക്ഷെ അദ്ദേഹം തോറ്റുപോയി. പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. കാരണം വീട്ടിൽ അത്രയും ദാരിദ്ര്യമായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കാരൻ നേരെ പോയത് കൽപ്പണിക്കാണ്. കൽപ്പണിക്ക് നമ്മൾ വീട് വെക്കുന്ന സമയത്ത് കല്ലെ കട്ടിക്ക് വെക്കൂല, അങ്ങനെ കൽപ്പണിക്ക് അദ്ദേഹം പോയി. അങ്ങനെ ഒരേ സമയം വീട്ടിലെ കാര്യങ്ങൾ അദ്ദേഹം നോക്കി. വീട്ടില് കാരണം ഒരു ദിവസം പണിയെടുത്തില്ലെങ്കിൽ വീട് പട്ടിണിയാ. നമുക്ക് ആ സാഹചര്യം ഉണ്ടോന്നാണ് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം കൽപ്പണി ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന്റെ പഠനം എന്ന് പറയുന്ന ഒരു സംഗതിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരാളായത് കൊണ്ട് തന്നെ അദ്ദേഹം ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ സ്വരൂപിച്ച് എടുത്ത് മാറ്റി വെച്ചിട്ട് അദ്ദേഹം 10ാം ക്ലാസ് പാസ്സായി. പഠിച്ച് പാസ്സായി. പിറ്റേ വർഷം എക്സാമിനേഷൻ എഴുതി ഒഴിവുള്ള സമയത്ത് പഠിച്ചിട്ട്. നോക്കി, ഒഴിവുള്ള സമയത്ത്, ജോലി കഴിഞ്ഞിട്ടുള്ള ഒഴിവുള്ള സമയം പറയണത്, അല്ലാതെ നമ്മളെ പോലെ മൊബൈൽ ഫോൺ തോണ്ടി കളിച്ചിട്ട് ഭക്ഷണം കഴിക്കാനായി എന്ന് പറയുമ്പോൾ വിളിച്ചു വരികയും അപ്പോഴും ഫോൺ കണ്ട് നോക്കുന്ന രീതിയല്ല പറയുന്നത്. ഓക്കെ. അങ്ങനെ അത്രയും ബുദ്ധിമുട്ടിട്ട് അദ്ദേഹം +1 പാസ്സായി, +2 പാസ്സായി. ഡിഗ്രി അദ്ദേഹം ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്തു. ഡിഗ്രിയോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്തു കുറച്ച് ലൈബ്രറിയിൽ പോയിട്ട് പുസ്തകമൊക്കെ എടുത്ത് വായിച്ച് പഠിച്ചു തുടങ്ങി. എന്നിട്ട് അദ്ദേഹം സിവിൽ സർവീസ് പോലുള്ള ഒരു പരീക്ഷ എഴുതി അദ്ദേഹം ക്വാളിഫൈ ചെയ്ത് IPS കാരനായി. ഇന്ന് കേരള സംസ്ഥാനം ഭരിക്കുന്ന ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ആര്? വിജയൻ സാർ. 10ാം ക്ലാസ് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ ലെവലിൽ എത്താൻ പറ്റി. അദ്ദേഹം ചെയ്തു സ്റ്റുഡൻസിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ചിട്ടാബോധം കൊണ്ടുവരാൻ വേണ്ടിയാണ് അദ്ദേഹമാണ് എന്ത് SPC എന്ന് പറയുന്ന സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് സിസ്റ്റം കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരാൾക്ക് അത് പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഭക്ഷണത്തിന് ഭക്ഷണം, പണത്തിന് പണം, എല്ലാ സംവിധാനവും നമുക്കുണ്ട് അല്ലെ? നമ്മുടെ പാരന്റ്സിനോട് നമ്മൾ എപ്പോഴും നന്ദി പറയണം. കാരണം അവര് നമുക്ക് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തത് കൊണ്ടാണ് അവര് നമുക്ക് ഈ ഒരു ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ പറ്റുന്നത്. വിജയൻ സാറിന്റെ അച്ഛനെ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. സോ ആ രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് എല്ലാം ഉണ്ടായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലേ എന്നുള്ളത്. അതാണ് വിജയൻ സാറിന്റെ ഒരു ജീവചരിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ദാറ്റ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടന്റ്. ഒരൊറ്റ എക്സാമ്പിൾ, 100 കണക്കിന് എക്സാമ്പിൾ ഉണ്ട്. ഓക്കെ. സോ വിജയൻ സാർ അങ്ങനെ മനസ്സിലാക്കി വെക്കുക. അതേ സമയത്ത് രാജസ്ഥാന്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് നിതിൻ സംഗ്വാൻ IAS. വർഷങ്ങൾക്ക് മുന്നേ, ഒരു 5-6 വർഷങ്ങൾക്ക് മുന്നേ ഈ +2ന്റെ റിസൾട്ട് വന്നപ്പോ ഈ രാജസ്ഥാനിലെ കോട്ട എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ചില സ്ഥലത്തുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോ അന്ന് രാജസ്ഥാനിലെ കളക്ടറായിട്ടുണ്ടായിരുന്ന നിതിൻ സംഗ്വാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ദിസ് ഈസ് മൈ +2 മാർക്ക് ഷീറ്റ്.
നമ്മൾ അത് വിചാരിച്ചിട്ട് നമ്മൾ കരിയർ ജീവിതം +2 തോറ്റു അല്ലെങ്കിൽ +2 മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ജീവിതത്തിൽ എവിടെയും എത്തിച്ചേരില്ല എന്ന് വിചാരിക്കുകയേ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് നിതിൻ സംഗ്വാൻ അത് ഇടുന്നത്. കാരണം നോക്കിക്കേ, അദ്ദേഹത്തിന്റെ കെമിസ്ട്രിയിലെ മാർക്ക് നോക്കിക്കേ, ജസ്റ്റ് പാസ്. നിങ്ങൾക്ക് സൂം ചെയ്ത് കാണാൻ പറ്റില്ല. ഓക്കെ, അതാണ് സംഭവം. ജസ്റ്റ് പാസ് ആയിട്ടുള്ള കെമിസ്ട്രി, ജസ്റ്റ് പാസ് ആയിട്ടുള്ള ഞാൻ ഇന്നൊരു ജില്ലയുടെ കളക്ടറാണ് എന്ന് അഭിമാനപൂർവ്വം അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജീവിതത്തിൽ ലക്ഷ്യബോധം നേടാൻ താല്പര്യപ്പെടുന്ന ഓരോരുത്തർക്കും ഇത് വളരെ 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 പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു മോട്ടിവേഷൻ ആണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ പോയിന്റ്. നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ പഠനം, ഇപ്പോഴത്തെ മാർക്ക് ഇതൊന്നും നോക്കിയിട്ടല്ല വേണ്ടത്. ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു തോട്ടിൽ മാത്രം നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങൾക്ക് സിവിൽ സർവീസ് ക്ലിയർ ആണെന്നുള്ളൊരു ധാരണ, ബോധ്യം, വിശ്വാസം ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ സെഷൻ ഇന്നത്തേത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് വിത്ത് ഹാവിങ് വൺ പെർട്ടിക്കുലർ മെസ്സേജ്. സിവിൽ സർവീസ് എഴുതിയിട്ട് ഞാൻ ക്ലിയർ ചെയ്യും ഉറപ്പുള്ള ആൾക്കാർ ഐ ക്യാൻ എന്നുള്ളൊരു മെസ്സേജ് ഇട്ടിട്ടൊന്ന് ചാറ്റ് ചെയ്തേ. യാ, വെരി ഗുഡ്. വൈഷ്ണവ്, ഫാത്തിമ, അലോണ, സംഗീത, അമിഷ, ഫ്രെഡി, V2, ആഷ്ക, ഹരിബാല, മുബ്ലി, വിവോ, അൻവിത, ശ്രീകുട്ടി. ഓക്കെ, വിവോ, റഹീസ്, തസ്ലീൻ, റേഷൽ, ഷവോമി, മിനു, സാംസങ്, അടുത്ത ഐഫോൺ, റിയൽമി, എല്ലാരും ഉണ്ടല്ലോ. ഓക്കെ, സോ ഗൈസ്, നാഫിയ, വെരി ഗുഡ് എവ്രി വൺ. ഓക്കെ, നിങ്ങളെല്ലാവരും, കൃഷ്ണാനന്ദ്, നേഹ, സൽഹാന. ഓക്കെ, ഞാൻ പേര് വിളിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, രവതി ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫീൽ എനിത്തിങ് ബാഡ്. എല്ലാവരും പേര് വിളിക്കാൻ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യത്തെ ദിവസത്തിൽ എന്താണ് സിവിൽ സർവീസ് പരീക്ഷ, ഇതില് നമുക്കിത് പോസിബിൾ ആകുമോ ഇല്ലയോ, എന്തൊക്കെ പഠിക്കണം എന്നുള്ളതൊക്കെ വഴിയെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വരും. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് എക്സാമിന്റെ സ്റ്റേജുകള്, ദെൻ സാലറി, ഏജ് ലിമിറ്റ്, ഇങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അപ്കമിങ് സെഷൻസിൽ വിൽ ബി ഡിസ്കസിങ് മോർ അബൌട്ട് സബ്ജക്ട്സ് ആൻഡ് അതർ തിങ്സ് അസോസിയേറ്റഡ് വിത്ത് ദിസ് പ്രിപ്പറേഷൻ. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ സെഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നോ? നിങ്ങളുടെ ആ ഒരു കമന്റ് കൂടെ കേട്ടിട്ട് ഞാൻ ഇന്നത്തെ സെഷനെ വൈൻഡപ്പ് ചെയ്യും. ഡോണ്ട് ഫോർഗെറ്റ് ടുമോറോ 7 PM, നാളെ 7 മണിക്ക് ഉണ്ട്. അങ്ങനെ ഓരോ ദിവസം 7 മണിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സെഷൻസുമായിട്ട് ഡിഫറെന്റ് ഫാക്കൽറ്റീസ് ആർ ദർ. എല്ലാവരും സിവിൽ സർവീസ് ഫീൽഡിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള മെന്റേഴ്സ് ആണ്. ഓക്കെ, റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരും, ഡോണ്ട് വറി. Then sure, yes, fine, wonderful. Yes sir, thank you sir. Yes, fine. അപ്കമിങ് സെഷൻസിൽ സിവിൽ സർവീസിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ള ഡീറ്റെയിൽഡ് കിട്ടും കേട്ടോ. നമുക്ക് ഒറ്റ സെഷനിൽ മുഴുവൻ പഠിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് അങ്ങനെ വിചാരിച്ചാൽ മതി. താങ്ക് യു. യെസ് സർ, എക്സലന്റ് സെഷൻ. താങ്ക് യു ഓൾ ഫ്രം മൈ സൈഡ് ആസ് വെൽ ആസ് എമിനന്റ് IAS. ഓക്കെ, ഞാൻ കുറച്ചുകൂടെ മോട്ടിവേറ്റഡ് ആയി. ഓക്കെ, ഫൈൻ, താങ്ക് യു. ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. നിങ്ങളെ ഫസ്റ്റത്തെ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് ഡൗട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് ചിലപ്പോൾ ഇനിയും സംശയം ഉണ്ടാവും. എന്തൊക്കെയാ സാർ ഇതിന്റെ സിലബസിൽ വരുന്നത്, ഓരോ സബ്ജക്ട് എങ്ങനെ പഠിക്കണം, ക്വസ്റ്റ്യൻ എങ്ങനെ വരിക, മെയിൻസിന് എങ്ങനെ, ഇങ്ങനെ കുറെ സംശയങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ അപ്കമിങ് ക്ലാസ്സസിൽ ഇങ്ങനെ തീർത്ത് വരും. അപ്പൊ നിങ്ങൾ അടുത്ത 7 ദിവസം ഒരു കാരണവശാലും നിങ്ങൾ സെഷൻ മിസ്സാക്കരുത്. മേക്ക് ഷുവർ ടു ജോയിൻ ആസ് വെൽ ആസ്. ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടെ, നിങ്ങൾ ഈ ഗ്രൂപ്പിൽ എത്തിയതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് എത്തിയിട്ടുണ്ടോ? സ്കൂൾ സ്റ്റുഡൻസ്, നിങ്ങളുടെ ഫ്രണ്ട്സ് എത്തിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പറഞ്ഞ് മനസ്സിലായോ? താല്പര്യമുള്ള ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഗ്രൂപ്പിൽ നമ്മളത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ലഭിച്ചിട്ടുണ്ടാകും. സോ മാക്സിമം ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. താങ്ക് യു. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ പിന്നീട് ഒരു സെഷനിൽ കാണാം. കണ്ടതിൽ എല്ലാവരോടും സന്തോഷവും നന്ദി മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് വിത്ത് ദിസ് ഫൈനൽ കോട്ട്. എ ജേർണി ഓഫ് 1000 miles begins with a single step. ഒരു 1000കണക്കിന് ഘാതം സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കണം. സിവിൽ സർവീസ് എന്ന് പറയുന്ന വലിയൊരു എക്സാമിനേഷൻ നിങ്ങൾ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ വെക്കണം. നിങ്ങൾ അത് വെച്ചു. എമിനന്റ് IASന്റെ ഈ ഒരു സെഷനിൽ പങ്കെടുത്തുകൊണ്ട് എന്താണ് എക്സാമിനേഷൻ എന്ന് മനസ്സിലാക്കലായിരുന്നു ആദ്യത്തെ സ്റ്റെപ്പ്. അത് നിങ്ങൾ ചെയ്തു. ബാക്കിയുള്ള സ്റ്റെപ്പുകളും വളരെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ എഴുതാൻ പറ്റുന്ന പ്രായത്തിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് തന്നെ എഴുതാൻ വേണ്ടി പറ്റും എന്ന് സൂചിപ്പിച്ചിട്ട് ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഡിയർ സ്റ്റുഡൻസ് ആസ് വെൽ ആസ് പാരന്റ്സ് ഫോർ ജോയിനിങ് ദിസ് പെർട്ടിക്കുലർ സെഷൻ ആൻഡ് മേക്കിംഗ് ഇറ്റ് മോർ വണ്ടർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ. വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നാളെ കാണാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ബൈ. ഗുഡ് നൈറ്റ്.